കൊരിന്ത്യ സഭയോട് അപ്പോസ്തലനായ പൗലോസ് ഹൃദയം തുറന്ന് പറഞ്ഞ നൊമ്പരമുള്ള ഒരു വാക്ക് ഈ പ്രഭാതത്തിൽ നമ്മുടെ ധ്യാനത്തിനായി ദൈവത്തിൻ്റെ ആത്മാവ് ചൂണ്ടിക്കാണിക്കുന്നു. കൊരിന്ത്യ സഭയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 2-ാം ലേഖനം 7-ാം അധ്യായം 5-ാം വാക്യത്തിൻ്റെ അവസാനം, പുറത്ത് യുദ്ധം, അകത്ത് ഭയം. ദൈവത്തിന് സ്തോത്രം. പെന്തക്കോസ്ത് മെസ്സഞ്ചറിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നോക്കൂ, പുറത്ത് യുദ്ധം, അകത്ത് ഭയം. ഇത് സാധാരണ ഒരു വിശ്വാസിയുടെ മാത്രം അനുഭവമല്ല. വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും സകല മനുഷ്യരുടെയും സങ്കടപ്പെടുത്തുന്ന അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ പലർക്കും പറയുവാനുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശത്രുക്കൾ പുറത്തുള്ളവർ മാത്രമല്ല, നമ്മോട് കൂടെ നിൽക്കുന്നവരും നമ്മുടെ ശത്രുക്കളുണ്ട് എന്ന് പൗലോസ് തൻ്റെ അനുഭവത്തിൽ കൂടെ കൊരിന്ത്യ സഭയോട് പറയുകയാണ്. മാസിഡോണിയയിൽ വെച്ച് തനിക്ക് നേരിടേണ്ടി വന്ന അങ്ങനെ ഒരു അനുഭവമാണ്. പുറത്ത് യുദ്ധം, ഇപ്പോൾ കൊന്നുകളയും, വെളിയിൽ കണ്ടാൽ ഉടനെ അവനെ അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ തകർത്തുകളയും, ഇല്ലാതാക്കും. വെളിയിലെങ്ങും ആരെയും കാണാനൊക്കത്തില്ല, അത്രയ്ക്ക് ഭയങ്കര എതിർപ്പ്, എതിരാളികൾ ധാരാളം. ആശ്വാസം പ്രാപിക്കാൻ വേണ്ടി സ്വന്തം സഹോദരന്മാരുടെ അടുത്ത് അഭയം തേടുമ്പോൾ അവിടെ താനറിയാത്ത ഒരു ഭയപ്പാട് തനിക്ക് വേണ്ടി കണിയായി പലപ്പോഴും കാത്തിരുന്നു എന്ന് പൗലോസ് വളരെ വ്യക്തമായി തുറന്നു പറയുകയാണ്. അതിൻ്റെ ഘോരമുഖം ഒന്ന് കാണുവാൻ തിരുവചനത്തിൽ നിന്നും വേറൊരാളിൻ്റെ, ഒരു ഭക്തൻ്റെ അനുഭവത്തെ നമുക്ക് ഉദാഹരണമായി ഒന്ന് നോക്കാം. നെഹമ്യാവിൻ്റെ അനുഭവം. നെഹമ്യാവിന് ദൈവം ആലയത്തിൻ്റെ അല്ലെങ്കിൽ ജെറുസലേമിൻ്റെ മതിലുകളെ പണിയുവാനുള്ള ഒരു ഉത്തരവാദിത്വം കൊടുത്ത് തന്നെ അയച്ചു. ഒരു വലിയ വേല, ഒരു വലിയ ശുശ്രൂഷ. എതിർപ്പുകൾ ധാരാളമുണ്ട്. ഒരു ചലഞ്ചഡ് വർക്കായിരുന്നു. അവിടെ ചെന്ന് താൻ വളരെ ഉത്സാഹിയായി തന്നോടൊപ്പം ഉണ്ടായിരുന്ന ആ യോദ്ധാക്കളോടൊപ്പം അല്ലെങ്കിൽ യുവാക്കളോടൊപ്പം, സന്നദ്ധരോടൊപ്പം ആ ദേശത്തിൻ്റെ ജെറുസലേം പട്ടണത്തിൻ്റെ മതിലുകൾ, ഇടിഞ്ഞു കിടന്ന മതിലുകളെ പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തനിക്ക് പല ശത്രുക്കളും ആ ദേശത്ത് തനിക്കെതിരായി എഴുന്നേൽക്കുകയുണ്ടായി. പലപ്പോഴും പുറത്തു നിന്നുള്ള ശത്രുക്കൾ മാത്രമല്ല, തൻ്റെ സ്വജാതിക്കാരുടെ ഇടയിൽ നിന്നും ഒരു കൂട്ടം യഹൂദന്മാർ താനറിയാതെ തനിക്കെതിരായി കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി ശത്രുക്കളെ ഉണർത്തി തന്നോട് പോരാടി. നെഹമ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ ആരംഭം മുതൽ നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ അതിൻ്റെ അവസാനത്തെ വാക്ക് നമ്മൾ വളരെ ചിന്തിപ്പിക്കുന്നതാണ്. നെഹമ്യാവ് പറയുകയാണ്, എന്നോട് കൂടെയുള്ളവർ പ്രവാചകന്മാരും എൻ്റെ സഹോദരങ്ങളെന്ന് ഞാൻ ചിന്തിക്കുന്നവരും യഹൂദന്മാരും എൻ്റെ സ്വജാതിക്കാരുമൊക്കെ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ചുമൊക്കെ ധാരാളം പുകഴ്ത്തി പറയും. എന്നാൽ ഞാൻ അറിയാതെ എൻ്റെ സന്നിധിയിൽ നിന്ന് അവർ പോയി എൻ്റെ ശത്രുക്കളോട് ചേർന്ന് തോബ്യാവിനോടും സൻബല്ലത്തിനോടുമൊക്കെ ചേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ, ഞാൻ ഉച്ചരിച്ച വാക്കുകളെ അവരുടെ മുമ്പിൽ കൊണ്ടുപോയി വിളമ്പി അവരുടെ ശത്രുതയ്ക്ക് കൂടുതൽ ശക്തി പകരുന്നതായ ഒരു ദുരനുഭവം. പുറത്ത് യുദ്ധം, അകത്ത് ഭയം. പ്രൈസ് ദി ലോർഡ്. നെഹമ്യാവ് ആ വിഷയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് നമുക്ക് നോക്കാം. 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നെഹമ്യാവ് തന്നെ എടുത്ത് ശത്രുക്കളോട് പറയുകയാണ്, ഞാൻ ഒരു വലിയ വേല ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ ഏൽപ്പിച്ചതായ വേലയെ മഹത്വമുള്ള വേലയെന്നും മറ്റുള്ള എല്ലാ വേലയെക്കാട്ടിലും ഉന്നതമെന്നും നീ കാണുമ്പോൾ മാത്രമേ ആ വേലയെ ചെയ്യുവാനുള്ള കൃപ നിനക്ക് കിട്ടുകയുള്ളൂ. ശ്രദ്ധിച്ചു കേൾക്കണം. എങ്ങനെയാണ് ഒരു ഭക്തൻ പ്രതിസന്ധികളെ നേരിട്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നല്ലൊരു കാഴ്ചപ്പാട് അവിടെ കിട്ടും. അതിനുശേഷം ശത്രുക്കൾ തനിക്ക് അനേക രഹസ്യ കത്തുകൾ അയച്ചു, കവർ. എന്നാൽ 5-ാം വാക്യത്തിൽ വരുമ്പോൾ തനിക്കൊരു തുറന്ന കത്ത്, 5-ാമത്തെ കത്തിതാ വരുന്നു. തുറന്ന കത്ത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും രഹസ്യമായി നിന്നെ പരിഹസിച്ചവർ, ഭീഷണിപ്പെടുത്തിയവർ, നിന്നോട് യുദ്ധം ചെയ്തവർ ഒരു ദിവസം തുറന്ന കത്തുമായിട്ട് വരും. പരസ്യമായിട്ട് നിന്നെ അപമാനിക്കും. പരസ്യമായിട്ടുള്ള അപമാനം. അതിനുശേഷം നെഹമ്യാവ് എങ്ങനെയെങ്കിലും ഇച്ചിരി ആശ്വാസം പ്രാപിക്കുവാൻ തൻ്റെ കൂടെയുള്ള പ്രവാചകന്മാരെയും സ്വജനത്തിൻ്റെയും അടുത്തൊരു ദിവസം ചെന്നു. തൻ്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞു. അതിലൊരു പ്രവാചകൻ പറയുകയാണ്, നെഹമ്യാവേ, ഇങ്ങോട്ട് വരൂ, മന്ദിരത്തിനകത്ത് കയറൂ. ഈ രാത്രിയിൽ അവർ വരും, നിന്നെ കൊല്ലും. ഈ രാത്രിയിൽ അവർ വരും
എന്ന് ഞാൻ പ്രവചിക്കുന്നുവെന്നൊക്കെ പറഞ്ഞ് നെഹമ്യാവിനോട് പ്രവചിച്ചു. പക്ഷെങ്കിൽ നെഹമ്യാവിന് കാര്യം മനസ്സിലായി. ദൈവം അയച്ചിട്ടുള്ള വാക്കുകളല്ല എന്ന് നെഹമ്യാവ് അത് സ്വയം ആത്മാവിൽ കൂടെ മനസ്സിലാക്കി. നെഹമ്യാവ് അദ്ദേഹത്തോട് പറയുകയാണ്, അല്ലയോ പ്രവാചകനെ, എന്നെപ്പോലെയുള്ള ഒരുവൻ ഓടിപ്പോകുമോ? ജീവനെ ഭയന്നല്ലെങ്കിൽ മരണത്തെ ഭയന്ന് ഓടിപ്പോകുമോ? ഇല്ല. ദൈവമാണ് എന്നെ അയച്ചതെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിച്ച് കേട്ടവനാണ്. അവൻ്റെ വിളി കേട്ടവനാണ്. അവൻ എനിക്ക് ധൈര്യം പകർന്നതാണ്. അവൻ എന്നോട് കൽപ്പന ചെയ്തതാണ്. അവനാണ് എന്നെ ഉത്തരവാദിത്തപ്പെടുത്തിയത്. അങ്ങനെയെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ കൈ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ എന്നെപ്പോലെയുള്ള ഒരുവൻ ഓടിപ്പോകുമോ? നോക്കൂ, അവൻ ആരാണെന്ന് അവനൊരു സ്വയം നിശ്ചയം. ഒന്ന്, അവൻ ചെയ്യുന്ന വേലകൾ മറ്റുള്ള വേലയേക്കാൾ വലുതെന്ന് കണ്ടു. രണ്ട്, അവൻ ആരെന്ന് കണ്ടു. അതിനുശേഷം നെഹമ്യാവിൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധിയെ നേരിടുവാൻ ദൈവസന്നിധിയിൽ പോയി നെഹമ്യാവ് പറയുകയാണ്, കർത്താവേ, പ്രതികൂലങ്ങൾ ധാരാളമുണ്ട്. എൻ്റെ കൂടെയുള്ളവരെ പോലും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവർ എനിക്ക് വിരോധമായിട്ടോ അനുകൂലമായിട്ടോ പറയുന്നത് എനിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. എൻ്റെ ശക്തി കൊണ്ട് മാത്രം ഇതിനെ തുടരുവാൻ എനിക്ക് സാധിക്കുന്നില്ല. 5-ാം വാക്യത്തിൽ താൻ ദൈവത്തോട് താൻ പറയുകയാണ്. 9-ാം വാക്യത്തിൽ, എൻ്റെ ധൈര്യം പോരാ, എനിക്ക് ധൈര്യം തരണം. ദൈവത്തോട് ചോദിക്കുകയാണ്, കർത്താവേ, എനിക്ക് ധൈര്യം തരണം. നോക്കൂ, പ്രതിസന്ധികളെ നേരിടുവാൻ ദൈവത്തിൽ നിന്ന് ധൈര്യം ചോദിച്ചു വാങ്ങണം. പ്രൈസ് ദി ലോർഡ്. പ്രവാചകന്മാരും നിൻ്റെ കൂടെയുള്ളവരും അധൈര്യത്തിൻ്റെ വാക്കുകൾ പറയും. ഇവിടെ ഗുണം പറയും, അവിടെ ദോഷം പറയും. ഇവിടെ ദോഷം പറയും, അവിടെ ഗുണം പറയും. അവരെ നിനക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അവരാരെന്ന് തിരിച്ചറിയുവാൻ നിനക്ക് ഒരുപക്ഷെങ്കിൽ സാധിക്കുകയില്ല. പുറത്തുനിന്ന് വന്ന ഒരുവനല്ല കർത്താവിനെ കാണിച്ചു കൊടുത്തത്, അകത്ത് തന്നെ. നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ തിരുവചനത്തിൽ നിന്നും നമ്മുടെ സ്വന്തം അനുഭവങ്ങളിൽ നിന്നും നമുക്ക് ചകഞ്ഞെടുക്കുവാനുണ്ട്, എടുത്തു പറയുവാനുണ്ട്, സങ്കടപ്പെടുവാനുണ്ട്, ആകുലതകൾ പലത് പറയുവാനുണ്ട്. പക്ഷേ ദൈവമാണ് നിന്നെ വിളിച്ചതെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് സങ്കടങ്ങളെയെല്ലാം നിജപുത്രനായ തിമോത്തിയോസിനോട് പറയുമ്പോൾ, മോനെ തിമോത്തിയോസേ, ഈ യാത്ര വളരെ കഷ്ടതയും ദുർഘടവും നിറഞ്ഞതാണ്. പക്ഷെങ്കിൽ നീ എന്നെ നോക്കൂ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നതെന്ന് അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി, ആ നാൾ വരെയും എനിക്ക് വേണ്ടി സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒരു കടപ്പാടുണ്ട്. നമ്മുടെ ധൈര്യം കൊണ്ട് മാത്രം പലപ്പോഴും പ്രതിസന്ധികളെ ജയിക്കാൻ സാധിച്ചെന്ന് വരില്ല. കർത്താവിനോട് നമ്മൾ തുറന്ന് പറയണം, കർത്താവേ, എൻ്റെ ധൈര്യം കൊണ്ട് തന്നെ പറ്റില്ല, എന്നെ ധൈര്യപ്പെടുത്തണം, എന്നെ ധൈര്യപ്പെടുത്തണം. നെഹമ്യാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചത് അങ്ങനെയാണ്, എന്നെ ധൈര്യപ്പെടുത്തണം. 6-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് താൻ ധൈര്യം ചോദിച്ചു വാങ്ങിച്ചു. അതിനുശേഷം നാം നമ്മെ തന്നെ ശക്തരെന്നെണ്ണണം. എന്നെപ്പോലെയുള്ള ഒരുവൻ ജീവന് വേണ്ടി ഓടിപ്പോകുമോ? ഭയപ്പെട്ട് ഓടിപ്പോകുമോ? ഇല്ല. ഞാൻ ചെയ്യുന്ന വേല വലിയ വേലയെന്ന് എനിക്കൊരു ദർശനമുണ്ടാകണം. നമ്മോട് കൂടെ ഉള്ളവരുടെ വാക്കുകളെ ഗ്രഹിക്കാനുള്ള ജ്ഞാനം ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രാപിക്കണം. പലപ്പോഴും ആപത്തുകൾ നമ്മുടെ ഭാഗത്ത് തന്നെയാണ്, നമ്മുടെ വശത്തുള്ളവരിൽ നിന്ന് തന്നെയാണ്, നമ്മുടെ സ്വന്തം ഭവനത്തിൽ നിന്ന് തന്നെയാണ്. കർത്താവ് ഒരിക്കൽ പറയുകയുണ്ടായി, മനുഷ്യൻ്റെ ശത്രുക്കൾ അവൻ്റെ സ്വന്തം ഭവനക്കാർ തന്നെ. പലപ്പോഴും ശത്രുക്കൾ അവിടെ നിന്നാണ് രൂപം കൊള്ളുന്നത്. അവർ പറയുന്ന വാക്കുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ശത്രുക്കൾ നമ്മോട് പോരാടുന്നത്. പക്ഷെങ്കിൽ സാരമില്ല, നിന്നോട് സംസാരിച്ചത് ദൈവമാണെങ്കിൽ പ്രതിസന്ധികളെ ജയിക്കുവാൻ, പ്രതിസന്ധികളിൽ തളരാതെ നിൽക്കുവാൻ ദൈവം അമിതമായ കൃപ തരും. പക്ഷെങ്കിൽ നീ ആരെന്ന് നീ അറിയണം. എന്നെപ്പോലെയുള്ള ഒരുവൻ ഓടിപ്പോകുമോ? അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് മടങ്ങി വരാം. കൊരിന്ത്യ സഭയെ എന്നെ വിളിച്ചത് ദൈവമാണ്. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ ആരംഭം മുതൽ അങ്ങോട്ട് വായിച്ചു നോക്കുമ്പോൾ ഹൃദയം ഭേദിക്കുന്ന അനുഭവങ്ങളുടെ നീണ്ട നിര അക്കമിട്ട് പൗലോസ് പറയുകയാണ്. വായിച്ച് കേട്ടാൽ നമുക്ക് ഹൃദയം പിളർന്നു പോകും. ഒരു മനുഷ്യൻ ഇത്രത്തോളം സഹിക്കാൻ വെക്കുമോ എന്ന് നമുക്ക് തന്നെ അങ്ങ് അതിശയം തോന്നിപ്പോകും. അവരോട് പറയാണ്, ഞാൻ സഹിച്ചത് ചില്ലറയൊന്നുമല്ല. പുറത്ത് യുദ്ധം, അകത്ത് ഭയം. എനിക്കകത്തും സംരക്ഷണമുണ്ടായിരുന്നില്ല. പ്രവാചകന്മാരുണ്ടായിരുന്നു, പ്രവാചികമാരുണ്ടായിരുന്നു. അവർ പറഞ്ഞതൊക്കെയും എന്നെ കൊല്ലുന്ന ശത്രുക്കളുടെ നീണ്ട നിരകളെക്കുറിച്ചുള്ളതായ വാചാലതയാണ് ഞാൻ അവരിൽ നിന്ന് കേട്ടത്. പക്ഷേ ഞാൻ അങ്ങ് ദൂരെ ഒരു ശബ്ദം കേട്ടു. മനുഷ്യരാരും പറയാത്തതായ ഒരു ശബ്ദം, മനുഷ്യരാരും ഗ്രഹിക്കാത്തതായ ഒരു ശബ്ദം, മനുഷ്യർക്ക് ഗ്രഹിച്ചു വിടുവാൻ കഴിയാത്തതായ ഒരു ശബ്ദം.
എന്നെ ശക്തനാക്കുന്നവന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നവനെന്ന് ആ ശബ്ദം കേട്ടതുകൊണ്ട് എനിക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞു. ഈ ബലം ഈ പ്രഭാതത്തിൽ തിരുവചനത്തെ ശ്രവിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രതിസന്ധികളെ നേരിടുമ്പോൾ പല രീതിയിൽ നിങ്ങളുടെ പ്രാണൻ വേദനിക്കുന്നുണ്ടെങ്കിൽ, പല രീതിയിൽ പലപ്പോഴും ദുഃഖത്തിൻ്റെ ആ പാനപാത്രം നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഓർത്ത് നോക്കുക, വിളിച്ചവൻ വിശ്വസ്തനാണ്. നിങ്ങളെ തന്നെ ബലപ്പെടുത്തുന്ന, നിങ്ങളെ തന്നെ ധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ നിങ്ങളിൽ നിന്ന് ഉച്ചരിക്കുമാറാകട്ടെ. നിന്നോടൊപ്പം നിൽക്കുന്നവർ ആരെന്ന് ഗ്രഹിക്കുവാനുള്ളതായ ഒരു ദിവ്യശക്തി നിനക്ക് തരും. നിന്നിൽ ആരംഭിച്ച വേല ദൈവമാണ് ചെയ്തതെങ്കിൽ അത് നിവർത്തിക്കുവാൻ അവൻ ശക്തനാണ്. ഗോഡ് ബ്ലെസ് യു.